ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും തീ പിടിച്ച കണ്ടന്റ് എന്ന് പറയാവുന്ന ഈ അമലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അമലിന്റെ കൂടുതൽ ചാറ്റ് ഒക്കെ പുറത്തു വന്നിരുന്നു. അമൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് വളരെ മോശമായിട്ട് എന്തോ ചാറ്റ് ചെയ്തു. ആ കുട്ടിയുടെ സഹോദരൻ അമലിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ചാറ്റൊക്കെ ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത് ഷഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു. അപ്പോൾ അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് ഒരു കാഷ്വലായിട്ട് പറഞ്ഞു പോയൊരു കാര്യം, മല്ലു ഫാമിലിയിലെ സുജി എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫായിട്ട് ഈ അമലിന് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് അമല് പലരോടും പറഞ്ഞിരുന്നു എന്ന രീതിയിൽ ഷഫീന ബീവി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് വളരെ വിവാദമാവും. അത് കേട്ട് കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് വളരെ വിഷമമുണ്ടായിരിക്കും, ഈ സുജിൻ പറഞ്ഞ വ്യക്തിക്കും വളരെ വിഷമമുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊരു ന്യൂസ് ഇവരെ ഈ ചാനലിലൂടെ കേട്ടപ്പോൾ സുജിന്റെ വൈഫ് പൊന്നു സുജിനോട് ഈ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. സുജിൻ അത് കണ്ടിട്ട് വളരെയേറെ വിഷമിച്ചിട്ടുണ്ടാവണം. അപ്പോൾ തന്നെ അദ്ദേഹം ഈ അമലിനെ വിളിച്ചിട്ട് സംസാരിച്ചു. അന്നലെ പൊന്നൂസിനെ പറ്റിയിട്ട് ഇച്ചായന് ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മറ്റേ അവർ പറയുന്നുണ്ട് ഇത്ര ഈ വീഡിയോയിൽ അമലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിച്ചതിന്റെ റെക്കോർഡ് ഞങ്ങൾക്കൊന്ന് കേൾപ്പിച്ചരാ, അതൊന്ന് കേട്ടോ. നിങ്ങൾ എന്തോ പൊന്നൂസിനെ പറ്റിയിട്ട് ആരുടെ എന്തോ മോശമായിട്ട് ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൊന്നൂസായിട്ട് ഈ ഏതൊരു ഗ്രീഷ്മ രഘു എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചുതരാം. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് അത് കുഞ്ഞാറ്റയുടെ അമ്മയായിട്ട് എനിക്ക് ഇതുണ്ടായിരുന്നു, പൊന്നൂസായിട്ട് എനിക്കുണ്ടായിരുന്നു, മറ്റേ ഡ്രീം റൈഡർ അനുല്ലേ അനുവിന്റെ പെണ്ണുമ്പോൾ ചിഹ്നുമായിട്ട് എനിക്കുണ്ടായിരുന്നു. എടാ ഞാൻ ഇവള് മെസ്സേജ് അയച്ചു കൊടുക്കണതാണ്, അല്ലാണ്ട് ഞാൻ പറഞ്ഞു ഏതൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല അതാരാന്ന്. ഇന്നലെ രാത്രി ഞാൻ ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടോക്കി നോക്ക്. ഡെലിവറി കഴിഞ്ഞ ഞാൻ സമയത്ത് ഇങ്ങനെ റീലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഡെലിവറി ആയോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ അമൽ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവന് ഓരോ രീതിയിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ് എന്താ പുതിയ പൊന്നൂസായിട്ടൊക്കെ അവനിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പിന്നെ തിരുവനന്തപുരത്തുള്ള അനൂപ്രോയുടെ വൈഫായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞതാണ്. അമലിനോട് പറഞ്ഞത്, നീ എന്റെ വൈഫുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്ന് നീ ആരോടെങ്കിലും ചാറ്റ് ചെയ്ത് പറഞ്ഞിരുന്നോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഈ സുജിൻ എന്ന് പറയുന്ന വ്യക്തി വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അമലിനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന വോയിസ് ഒക്കെ സുജിൻ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അമല് പറയണ്ടേ, എനിക്ക് ഈ പറയുന്ന വ്യക്തിയെ ഞാൻ ചാറ്റ് ചെയ്തു എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അറിയ പോലും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രീഷ്മ രഘു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് അമലിന്റെ വൈഫ് കുഞ്ഞാറ്റ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഗ്രീഷ്മ രഘു എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് അമൽ ചാറ്റ് ചെയ്തു. ആ കുട്ടി കുഞ്ഞാറ്റ പ്രസവിച്ചോ എന്താ വിവരമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച് ഒരു മെസ്സേജ് അയച്ചപ്പോൾ ആ ഒരു തക്കം നോക്കി ആ കുട്ടിയോട് അമൽ ചാറ്റ് ചെയ്തു. എന്നിട്ട് ആ കുട്ടിയായിട്ട് ഒരുപാട് ചാറ്റ് ചെയ്തതിന്റെ ഇടയിൽ എനിക്ക് പല യൂട്യൂബേഴ്സും അവരുടെ യൂട്യൂബേഴ്സിന്റെ ഭാര്യമാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് വിഷയം. കൊറോണയൊക്കെ ടൈമിലാണ് ഇവരെല്ലാവരും ചാനൽ തുടങ്ങി വരുന്നത്. ആ സമയത്ത് ചാനൽ തുടങ്ങിയ എല്ലാവരും തമ്മിൽ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഈ മല്ലു ഫാമിലി സുജിൻ പൊന്നു ആ ടീം, അതേപോലെ ഡ്രീം റൈഡർ അനു അദ്ദേഹത്തിന്റെ ഭാര്യ, അതേപോലെ ഈ കുഞ്ഞാറ്റ ഇച്ചായൻ, അങ്ങനെ തുടങ്ങി കുറേ ആളുകൾ തമ്മിൽ VR ലവ് ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക അടുപ്പുണ്ടായിരുന്നു. അവരവരുടെ വീടുകളിലെ ഫംഗ്ഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ വ്യക്തികൾ എല്ലാം ആയിട്ട് എന്ന് വെച്ചാല് സുജിന്റെ വൈഫ്, അതേപോലെ ഡ്രീം റൈഡറുടെ വൈഫ്, പിന്നെ അങ്ങനെയുള്ള ആളുകളെല്ലാമായിട്ട് ഈ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതേപോലെ കുഞ്ഞാറ്റയുടെ അമ്മയായിട്ടും അമലിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അമല് ഈ ഗ്രീഷ്മ രഘു എന്ന് പറയുന്ന കുട്ടിയോട് മെസ്സേജ് അയച്ചു എന്നുള്ളതായിരുന്നു വിഷയം. അപ്പോൾ ഈ ഗ്രീഷ്മ രഘു ഇത് കുഞ്ഞാറ്റയ്ക്കാണ് മെസ്സേജ് അയച്ച് അറിയിച്ചത്. എന്നോട് അമല് ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് പക്ഷെ ആ സംഭവിച്ച കാലത്തല്ല പറഞ്ഞത്. ഇപ്പോ കുഞ്ഞാറ്റയും അമലും ഡിവോഴ്സ് ആയി എന്നറിഞ്ഞ സമയത്ത് ഗ്രീഷ്മ രഘു കുഞ്ഞാറ്റയ്ക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു. എനിക്ക് ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് അമൽ പറഞ്ഞിരുന്നു എന്ന് മെസ്സേജ് അയച്ചു കൊടുത്തു. അപ്പോൾ അതാണ് സംഭവിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് സുജിൻ ഈ അമലിനെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുമ്പോൾ അമൽ പറയുന്നത് അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല, എനിക്ക് ഗ്രീഷ്മ രഘു എന്ന് പറയുന്ന പെൺകുട്ടിയെ അറിയേയില്ല എന്നൊക്കെ അമൽ അവിടുന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സുജിൻ വളരെ മാന്യമായിട്ടാണ് അമലിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിനുശേഷം ശരി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ അമൽ പറയുന്നുണ്ട്, നീ അങ്ങനെ ഞാൻ ചെയ്തു വെച്ചാൽ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കുക, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അവിടുന്ന് പറയുന്നുണ്ട്. എന്തായാലും
സുജിൻ ഫോൺ വെച്ച ശേഷം ഈ ഗ്രേഷ്മ രഘു എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ആ കുട്ടിക്ക് മെസ്സേജ് ചെയ്ത് ഞാൻ ഫോൺ ചെയ്തോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഫോൺ ചെയ്ത് സംസാരിച്ചു. അപ്പൊ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ കുഞ്ഞാറ്റ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമല് ഞാനുമായിട്ട് ചാറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് അമല് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണിത്. പക്ഷെ ഇതിന്റെ തെളിവൊന്നും എൻ്റെ അടുത്ത് കാണിക്കാനില്ല. ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നു അമലിനെ, പിന്നീട് ഞാൻ ബ്ലോക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എനിക്ക് അമല് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയച്ചതും എൻ്റെ അടുത്ത് സ്ക്രീൻഷോട്ട് കിടക്കുന്നുണ്ട്, ഞാൻ ബ്ലോക്ക് ചെയ്തും സ്ക്രീൻഷോട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ ചാറ്റ് ചെയ്ത ഹിസ്റ്ററി ഒന്നും ഇല്ല എന്ന് ഗ്രീഷ്മ പറയുന്നുണ്ട്. അപ്പൊ സുജിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചാറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് തിരിച്ചെടുക്കാനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അത് തിരിച്ചെടുത്തിട്ട് നമുക്കിത് മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും അമലിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അമല് കുറച്ചുകൂടെ ചൂടായിട്ട് ആ കുട്ടി എന്നെ ബ്ലോക്ക് ചെയ്തു, അപ്പൊ യാതൊരു ബന്ധവുമില്ല, എനിക്ക് അങ്ങനെ കുട്ടിയെ അറിയില്ല എന്നുള്ള പറഞ്ഞ അമല് ബ്ലോക്ക് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ വെറുതെ കയറി അങ്ങ് ബ്ലോക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്ക് അറിയില്ല, ആ കുട്ടി വെറുതെ ബ്ലോക്ക് ചെയ്തിട്ട് കുഞ്ഞാറ്റയ്ക്ക് വെറുതെ മെസ്സേജ് അയച്ചിട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ സുജിന് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ ചില ആളുകളുണ്ട്, നമുക്ക് പരിചയമുള്ള സ്ത്രീകളും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബന്ധമാണെന്ന് നമ്മുടെ സൗഹൃദ ആണുങ്ങളുടെ സൗഹൃദ സദസ്സുകളിലും അവർക്ക് പരിചയമുള്ള ആളുകളോടും ഒക്കെ പറഞ്ഞു നടക്കും. ഒരു ഗമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു നടക്കുന്ന മാനസിക രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. ആ ഒരു രീതിയിലാണ് അമൽ ഈ കാര്യം കൈകാര്യം ചെയ്തതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു വ്യക്തി ഭാര്യയായിട്ട് ഡിവോഴ്സായി കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളുടെയും കുടുംബം തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാല് കേൾക്കുമ്പോഴേ എന്തോ പോലെയാവാണ്. ഇപ്പൊ ഈ സുജിന്റെ വൈഫ് പൊന്നു ആണെങ്കിലും ഡ്രീം റൈഡറുടെ വൈഫ് ചിന്നു ആണെങ്കിലും അവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്ന, ഒരു സ്നേഹത്തോടെ ഭർത്താവിനോട് കൂടെ സ്നേഹത്തോടെ ജീവിക്കുന്ന പെൺകുട്ടികൾ വെറുതെ ഇത്തരം കാര്യങ്ങളിൽ വലിച്ചഴക്കപ്പെട്ട് ഒരു അങ്ങനത്തെ രീതിയിലേക്ക് മാറുകയാണ്. ഇപ്പൊ സുജിന് അത് കേട്ട് വളരെ വിഷമായി കാണും. അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ അറിയാം, ഒരിക്കലും ഇല്ലാത്തൊരു ബന്ധത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞ് വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് ഒരു തവണ പറഞ്ഞു കഴിയുന്നതോടുകൂടെ തന്നെ പിന്നീട് എല്ലാവരും രണ്ട് വിഭാഗമായിട്ട് തിരിയും. എന്നിട്ട് ഉണ്ടായിരിക്കില്ല അങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ വിവാദം ഇപ്പൊ സുജിൻ പറയുന്നത്, സുജിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തി. എന്നിട്ട് ഇനി അമലിനെ വിളിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വളരെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞ ശേഷം ഞാൻ വേണമെങ്കിൽ കേസ് കൊടുക്കും എന്ന് സുജിൻ പറയുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം നാളെ വീണ്ടും വീഡിയോ ചെയ്യാമെന്നും സുജിൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു തുടർച്ചയായി പോകാൻ പോകുന്ന ഒരു വിവാദമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് സത്യത്തിൽ വളരെ സാധാരണ രീതിയിൽ ഡിവോഴ്സ് ആയി പോകേണ്ട കാര്യമായിരുന്നു. ഈ അമലിന്റെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ട് ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ഹിറ്റായി വളരെ സപ്പോർട്ടായിട്ടുള്ള കമന്റുകളൊക്കെ കണ്ടപ്പോൾ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ മറന്ന് കൂടുതൽ മോശമായിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞാറ്റയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് ഈ ലെവലിൽ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ അമൽ ചെയ്തൊരു മോശം ചാറ്റോ മോശം കാര്യങ്ങളോ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ ഇത് പല യൂട്യൂബേഴ്സിന്റെയും കയ്യിലെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇത് കുഞ്ഞാറ്റയുടെ കയ്യിൽ പോലും നിൽക്കില്ല എന്നുള്ള കാര്യമാണ്. ഈ കയ്യിൽ കിട്ടിയ ആളുകളൊക്കെ ഇത് പല രീതിയിൽ ഷെയർ ചെയ്യും, അതിനെക്കുറിച്ച് പറയും, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും, അതിനെക്കുറിച്ച് ധാരാളം കമന്റുകൾ ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് ആ പെൺകുട്ടികളൊക്കെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. രണ്ടുപേര് ഡിവോഴ്സ് ആയി പോയി എന്നുള്ളതിന്റെ കൂടെ ധാരാളം കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ അമൽ എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം ഇത്രയും പെൺകുട്ടികൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത് മുന്നോട്ട് ആദ്യമായിട്ട് പറയുമ്പോൾ കുഞ്ഞാറ്റ പോലും ഈ ഡിവോഴ്സ് വാർത്ത പറയുമ്പോൾ ഇത്രയും കുടുംബത്തെ തറക്കാനുള്ള മരുന്നാണ് ഇതെല്ലാം എന്നുള്ളത് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുമ്പോൾ അത് മറ്റുള്ളവരെയും കുടുംബത്തിനെയും വരെ ബാധിക്കുന്ന രീതിയിലായി പോയതും ഇത് അമലിന്റെയൊക്കെ എല്ലാവരും അമലിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും കമന്റ് ഒക്കെ ഇട്ട് എന്തായാലും പിരിഞ്ഞില്ലേ, ഇനി ആ പയ്യൻ ജീവിച്ചോട്ടെ, ആ പയ്യൻ പാവല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അമലൊന്നും ഇത് ഒതുങ്ങിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇന്നും അമല് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കിളിപാറിയ രീതിയിൽ പരസ്പര ബന്ധമില്ലാതെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ചാറ്റ് പുറത്തു വന്നു ഇത്രയെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ലത് ഈ സ്റ്റേജിൽ അത് നിർത്തുക എന്നുള്ളതാണ്. ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നം വ്യക്തിപരമായിട്ട് പറഞ്ഞു നിർത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കാതെ അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.